മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഇക്കുറി മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിലായിരിക്കും മത്സരിക്കുക. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജാണ് മട്ടന്നൂരിൽ സ്ഥാനാർത്ഥിയാവുക. എം വി ഗോവിന്ദന്റെ ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവുമായ പി.കെ. ശ്യാമള തളിപ്പറമ്പിലും കാരായി രാജൻ തലശ്ശേരിയിലും ജനവിധി തേടും. CPM-ലെ ഏറ്റവും ജനകീയമായ മുഖങ്ങളിലൊന്ന് കെ ശൈലജയ്ക്ക് ഇത്തവണ ഉറച്ച സീറ്റ് പാർട്ടി നൽകുന്നില്ല. 2006 മത്സരിച്ച് വിജയിച്ച പേരാവൂരിലേക്ക് 20 വർഷത്തിനു ശേഷം ടീച്ചർ എത്തുകയാണ്. UDF-ന് എക്കാലവും വലിയ മുൻതൂക്കമുള്ള പേരാവൂർ തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കണ്ണൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും ശൈലജ ടീച്ചറുടെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശൈലജ ടീച്ചർ പേരാവൂർ മത്സരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശമാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിച്ചത്. കെ ശൈലജ താൻ മത്സരിക്കാൻ സന്നദ്ധയാണെന്നും യോഗത്തിൽ അറിയിച്ചു. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ പാർട്ടി പിന്നെ തീരുമാനിക്കും. അതെ കുറെ കാലമായിട്ട് അദ്ദേഹമാണല്ലോ. അപ്പോ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന മണ്ഡലമാണ് പേരാവൂർ. 1996 കെ ശൈലജ കന്നി അംഗത്തിനിറങ്ങുന്നത്. കൂത്തുപറമ്പിൽ അന്ന് വിജയിച്ചു. 2006 രണ്ടാമത് മത്സരിക്കാനെത്തിയപ്പോൾ പേരാവൂരിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2011 പേരാവൂരിൽ സണ്ണി ജോസഫ് തന്റെ കന്നി അംഗത്തിൽ കെ ശൈലജയെ തോൽപ്പിച്ചു. 2011 മുതൽ ഇന്ന് വരെ സണ്ണി ജോസഫാണ് പേരാവൂരിലെ MLA. UDF LDF-ന്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. ഞങ്ങൾ തമ്മിൽ 11 മത്സരം നടന്നു. നിത മത്സരം കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് വിജയിക്കുന്നത്. എന്നാൽ തദ്ദേശത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുൻതൂക്കം UDF-ന് പേരാവൂർ നൽകി. 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോക്സഭയിൽ ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും UDF വിജയിച്ചു. കണ്ണൂരിന്റെ മലയോര മണ്ഡലമായ പേരാവൂർ ഇത്തവണ തീപാറും പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. ഒരു വശത്ത് കെ ശൈലജ, മറുവശത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശക്തമായ പോരാട്ടത്തിൽ ആര് പേരാവൂർ പിടിക്കുമെന്നത് പ്രവചനാതീതമായ മത്സരമാകും. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.